ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ടീന സനി. സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇന്ന് കണ്ണൂർ ഹസ്ബൻ്റെ വീട്ടിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അൻസുമോളെ ഒരുക്കി റെഡിയാക്കി. അവൾ ഭയങ്കര ഹാപ്പി മൂഡിലാണ്. ഞാനും ഒരുങ്ങി റെഡിയായി. ഇച്ചായും കൂടെ വന്നാൽ മതി. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇച്ചാൻ എത്തത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റായി നിൽക്കുകയാണ്. അങ്ങനെ ഇച്ചായൻ വന്നു. ലഗേജും എടുത്ത് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത്. തക്കാലാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്, അല്ലാതെ ടിക്കറ്റ് ഇല്ലായിരുന്നു. കണ്ണൂർ എക്സ്പ്രസ് അതിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തുള്ള റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയും ഇടിയപ്പവും മുട്ടക്കറിയും ഒരു ചായയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്, ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. രാവിലെ മുതൽ ഞാൻ ഫുഡൊന്നും അധികം ഉണ്ടാക്കിയില്ല, ലഘുഭക്ഷണമായിരുന്നു. ചായയും എഗ്ഗും ഒക്കെ കഴിച്ചാണ് വിശപ്പ് അടക്കിയത് പകൽ മുഴുവനും. പൻസുമോക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അവളുടേതായ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്, കണ്ണൂർ എക്സ്പ്രസ്. AC കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത്. ട്രെയിനിൻ്റെ അകത്ത് CC ക്യാമറയൊക്കെ ഉണ്ട് ഗൈസ്. തിരക്കൊന്നും ആയിട്ടില്ല, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. എന്തൊരാശ്വാസമായിരുന്നു എന്നറിയാമോ ഗൈസ്. ഞങ്ങൾ പുറത്ത് നിന്ന് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെയും അൻസുമോളുടെയും ദേഹത്തൊക്കെ ചൂടുകുരു കാരണം ഇങ്ങനെ കുരുക്കളിങ്ങനെ പൊങ്ങി വന്ന് നിൽക്കുകയാണ്. അത്രയ്ക്കും ചൂടായിരുന്നു വീട്ടിലും അല്ലാതെ എല്ലാം. അപ്പം തണുപ്പല്ലേ, AC-ക്കകത്ത് കയറിയപ്പം വളരെ എന്ത് സുഖം, എന്തൊരാശ്വാസം. അപ്പോൾ അൻസുമോൾ ഇന്ന് പകലൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഉറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട്. അവളെ കിടത്തി ഉറക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് 7ഉം 3 ഒന്ന് മുകളിലും ഒന്ന് താഴെയുമാണ് സീറ്റ് കിട്ടിയത്. ഒരു സീറ്റ് സൈഡ് സീറ്റാണ്. അപ്പം ഞങ്ങൾ അവളെ ഒന്ന് കിടത്തി ഉറക്കട്ടെ. ഉറങ്ങുമോ എന്നറിയില്ല, ഉറങ്ങിയെന്ന ലക്ഷണവും കാണുന്നില്ല. അങ്ങനെ ഷീറ്റൊക്കെ വിരിച്ച് പുള്ളിക്കാരിയെ കിടത്തിയെങ്കിലും പുള്ളിക്കാരി ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. 10:30-11 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവളൊന്ന് ഉറങ്ങിയത്. അതുവരെ കളിയും ബഹളവും ഒക്കെ ആയിരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പി മൂഡിലാണ്. അൻസുമോൾ നേരം വെളുത്ത് ഇതുവരെയായിട്ട് ഉറക്കം എണീറ്റില്ല. ഞാനാണെങ്കിൽ ഒരു 5:30-6 മണിയായപ്പോഴത്തേക്ക് എണീറ്റു. ഒന്ന് ഫ്രഷായി. ഉറക്കച്ചടവിലാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ എണീറ്റിങ്ങനെ ഇരിപ്പാണ്. ഏകദേശം വടകരയൊക്കെ എത്താറായെന്ന് തോന്നുന്നു. അവൾ നല്ല ഉറക്കത്തിലാണ്. വടകര കഴിഞ്ഞാൽ വടകരയല്ലോ, കൊയിലാണ്ടി, മാഹിയോ, സ്ഥലങ്ങളൊക്കെ തന്നെ എനിക്ക് ഒരു നിശ്ചയമില്ല ഗൈസ്. വടകര കഴിഞ്ഞ് മാഗി കഴിഞ്ഞ് വടകര, അങ്ങനെ എന്തോ ആണ്. തലശ്ശേരിയിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. 7-7:30 ആകുമ്പോഴത്തേക്ക് തലശ്ശേരി എത്തത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് ബസ് ഇരിട്ടി ബസ്സിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ ഇരിട്ടിയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. നമ്മുടെ മോക്കാണെങ്കിൽ ചേട്ടനെ കണ്ട സന്തോഷവും ചേട്ടനെ അച്ഛനും അമ്മേനെയൊക്കെ കണ്ട സന്തോഷത്തിലൊക്കെയാണ്. മോള് ഒരു സെമിനാറിന് പോയിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.